സ്വപ്നത്തിലെ കൊട്ടാരത്തിൽ വിവാഹാഘോഷം അത്യാഡംബരമാക്കാൻ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ മങ്കട PT ഗ്രൂപ്പിന്റെ സ്വപ്ന സാക്ഷാത്കാരം ഖയാൽ പാലസ് നാടിന് സമർപ്പിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ കുന്നിൻ ചെരുവിലെ മനോഹര ദൃശ്യങ്ങൾ കൺകുളിർക്കെ കണ്ട് ഏതാഘോഷവും പ്രൗഢമാക്കാനുള്ള സജ്ജീകരണങ്ങളോടെ PT ഗ്രൂപ്പ് ഒരുക്കിയ കിനാവിലെ കൊട്ടാരം ഖയാൽ പാലസ് മതരാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിലെ മണലാരണ്യത്തിൽ മലപ്പുറം ജില്ലയിലെ മങ്കടക്കാരായ 5 സഹോദരങ്ങൾ കഠിനാധ്വാനത്തിലൂടെ കയ്യെത്തിപ്പിടിച്ചത് വലിയ സ്വപ്നങ്ങളായിരുന്നു. 1990കളിൽ സൗദി മരുഭൂമിയിൽ സ്വപ്നങ്ങൾക്കൊപ്പം ചുവടുവച്ച ആ 5 സഹോദരങ്ങൾ തുടങ്ങിവെച്ച സ്ക്രാപ്പ് യാർഡ് പിന്നീട് മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ മെറ്റൽ സ്ക്രാപ്പ് കയറ്റുമതി സ്ഥാപനമായി വളർന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ കമ്പനിയായി വളർന്ന മങ്കട PT ഗ്രൂപ്പിന് ആത്മവിശ്വാസവും ഊർജവും പകർന്നു നൽകിയത് മാതാപിതാക്കളും കുടുംബവുമായിരുന്നു. 2013ൽ PT ഗ്രൂപ്പ് സ്വന്തം നാട്ടിൽ തുടങ്ങിവെച്ച ലിവ് ഹൈ കൺസ്ട്രക്ഷൻ എന്ന സംരംഭം ഇന്ന് കെട്ടിട നിർമ്മാണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായി വളർന്നു. മങ്കടയിലെ മലയിടുക്കുകളിൽ PT ഗ്രൂപ്പ് ചെയർമാൻ PT അൻവർ കണ്ട സ്വപ്നമാണ് ഖയാൽ പാലസ്. 4.6 ഏക്കർ സ്ഥലത്ത് 60,000 സ്ക്വയർ ഫീറ്റിൽ ഇൻഡോർ ഓഡിറ്റോറിയങ്ങളോടെ വലിയ ആഘോഷങ്ങൾക്കായി ഒരുക്കിയത് കിനാവിലെ കൊട്ടാരമായിരുന്നു. വിവാഹാഘോഷം അത്യാഡംബരമാക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ PT ഗ്രൂപ്പ് മങ്കടക്കാർക്കായി സമർപ്പിച്ചത്. കുന്നിൻ ചെരുവിലെ മനോഹര ദൃശ്യങ്ങൾ കൺകുളിർക്കെ കണ്ട് കോർപ്പറേറ്റ് സംഗമങ്ങൾ മുതൽ വിവാഹാഘോഷങ്ങൾ വരെ അത്യാഡംബരങ്ങളോടെ നടത്താൻ ഇതുപോലൊരു കൊട്ടാരം മലബാറിൽ മറ്റൊരിടത്തുമുണ്ടാവില്ല. ജീവിതകാലം മുഴുവൻ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാത്ത പല അത്ഭുതങ്ങളും ഖയാൽ പാലസിൽ ഒരുക്കിയിട്ടുണ്ട്. 300ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും വിശാലമായ ഡൈനിങ് ഹാളും VIP ഡൈനിങ് ഹാളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1100-ലധികം സീറ്റുള്ള മെയിൻ ഹാളും 1100 സീറ്റുള്ള ഡൈനിങ് ഹാളും 300ഓളം പേർക്ക് ഇരിക്കാവുന്ന VIP ഡൈനിങ് ഹാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അറേബ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിൽ PT ഗ്രൂപ്പ് മങ്കടയിലൊരുക്കിയ കിനാവിലെ കൊട്ടാരം ഖയാൽ പാലസ് മതരാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒരുമയോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങിവെച്ച് അത് വിജയിപ്പിക്കുന്ന PT ഗ്രൂപ്പിലെ സഹോദരങ്ങൾ മറ്റുള്ളവർക്കും മാതൃകയാണെന്ന് മുനവർ അലി തങ്ങൾ പറഞ്ഞു. PT ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ ഓഡിറ്റോറിയം ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഖയാൽ കൺവെൻഷൻ സെൻറ്റർ മങ്കടയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായി ഇവിടെ പണിതീർത്തിരിക്കുകയാണ്. ഏകദേശം 1400ഓളം ആളുകൾക്ക് സീറ്റ് കപ്പാസിറ്റിയുള്ള ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ ഇവൻ്റൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പല സൗകര്യം ചെയ്തിട്ടുണ്ട്. PT ഗ്രൂപ്പ് നേരത്തെ തന്നെ വിദേശത്തും സ്വദേശത്തൊക്കെയായി വിവിധ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി വിജയിച്ചവരാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ വളരെ പ്രതിബദ്ധതയോടു കൂടി പ്രവർത്തിക്കുന്ന സഹോദരന്മാർ ഒന്നിച്ചെന്നുകൊണ്ട് ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മാതൃകയാണ് സ്ഥിരിച്ചിട്ടുള്ളത്. ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. PT ഗ്രൂപ്പ് ചെയർമാനും ഫൗണ്ടറുമായ അബൂബക്കർ ഹാജി മെയിൻ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. P ഉബൈദുള്ള MLA ഡൈനിങ് ഹാളിന്റെയും മുൻ MLA KNA ഖാദർ പ്രീമിയം ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. വികസന രംഗത്ത് ഒരു പുതിയ ചുവടുവെപ്പാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം. ഖയാൽ കൺവെൻഷൻ സെൻറ്റർ എന്ന മനോഹരമായ നാമധേയത്തിലാണ് PT ഗ്രൂപ്പ് മങ്കടയിലെ വളരെ പ്രശസ്തമായ ഇന്ത്യക്കകത്തും പുറത്തും വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് മങ്കടയിലെ PT ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പല സംരംഭങ്ങളിൽ ഏറ്റവും അനുകരണീയവും ഏറ്റവും
പുതിയതുമായൊരു സംരംഭമാണ് ഖയാൽ കൺവെൻഷൻ സെൻറ്റർ. ഈ സംരംഭം ഏറ്റവും വലിയ വിജയകരമാകും എന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വളർന്നു വരുന്ന ഒരു രാജ്യമാണ്, പ്രദേശമാണ് മലപ്പുറം. അതിനപ്പുറത്ത് പുതിയ ജനറേഷനും പഴയ ജനറേഷനും ഒരുപോലെ സംഗമിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ നിർമ്മാതാക്കളെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കിടെക്ചർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ഇതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ ഇൻവെസ്റ്ററായിട്ടുള്ള PT ഗ്രൂപ്പിനും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. PT ഗ്രൂപ്പ് ചെയർമാൻ PT അൻവർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം വലിയൊരു കുന്നിൻ ചെരുവിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പ്രദേശമാണിത്. അത്രയും ഡീപ്പ് ടെറൈനായ ഈ ഭാഗത്ത് പലരും ചോദിച്ചതാണ് എന്നോട്, ഇത് നിങ്ങൾ വിചാരിച്ച മാതിരി നടക്കുമെന്ന്. വഴിയിലിട്ട് പോകും എന്നുള്ള ധാരണയിൽ നിന്ന സാധനം 3 വർഷത്തോളം കോവിഡ് കാലത്ത് കുറച്ച് ഡ്രോപ്പായി വർക്ക് നിന്ന സമയത്ത് പലരും നമ്മുടെ അങ്ങനെ ചോദ്യങ്ങൾ പലരും വരേണ്ടായി. ഇത് പൂർത്തീകരിക്കേണ്ടത് നമ്മളുടെ നാടിൻ്റെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കി തന്നെ മറ്റെല്ലാ പ്രോജക്റ്റും നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും നല്ലൊരു രീതിയിൽ, അതായത് ഒരു ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി അവരെ കല്യാണങ്ങളും ആഘോഷങ്ങളും ഇവിടെ നടത്താൻ അവർക്ക് കഴിയും എന്നും, പിന്നെ അതേപോലെ എല്ലാ വിഭാഗം ആളുകളെയും നമ്മളിത് കണ്ടുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള പല കാറ്റഗറിയിലുള്ള വേദി ഇതിൽ നടത്താൻ കഴിയുന്നതാണ്. MLA-മാരായ മഞ്ഞളാംകുഴി അലി, PK ബഷീർ, KK ആബിദ് ഹുസൈൻ തങ്ങൾ, P ഉബൈദുള്ള, നജീബ് കാന്തപുരം, മുൻ MLA PV അൻവർ, PT ഗ്രൂപ്പ് ഫൗണ്ടർ PT അബൂബക്കർ ഹാജി, സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് K അസ്കർ അലി, സയ്യിദ ടീച്ചർ, PT ഗ്രൂപ്പ് ഡയറക്ടർമാരായ PT അബ്ദുൽ സലാം, PT അബ്ദുൽ മജീദ്, PT ഇർഷാദ്, PT ഷഹബാസ്, കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ P ഉണ്ണീൻ, അഡ്വക്കേറ്റ് TK റഷീദ് അലി, അഡ്വക്കേറ്റ് T കുഞ്ഞാലി, മോഹനൻ പുളിക്കൽ, PK അബ്ദുള്ള നവാസ്, നല്ലറ ഷംസുദ്ദീൻ, AAK മുസ്തഫ, നിർമാൺ മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന് പറയാവുന്ന തരത്തിൽ മങ്കടക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാൻ ഈ ഒരു വലിയ പ്രൊജക്റ്റിനെ കാണുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ തോതിലുള്ള ഓൺട്രപ്രണേഴ്സ് ഡെവലപ്പ് ചെയ്യുകയും അവർ ഈ നാടിന് ഒരു പേ ബാക്ക് എന്ന നിലയിൽ അവർ തിരിച്ച് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പ്രതീതിയായിട്ടാണ് ഞാൻ ഈ വലിയ ഒരു സംരംഭത്തെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവുന്നതോടൊപ്പം അതിമനോഹരമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് മങ്കടക്ക് മാത്രമല്ല, മലപ്പുറം ജില്ലക്ക് പൊതുവെ ഒരു വലിയ അസറ്റാണ്. വളരെ സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരും ഇവിടെ ഒരുമിക്കുകയാണ്. PT ഗ്രൂപ്പിൻ്റെ വിജയത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഏറ്റവും ഈ സദസ്സിൽ അഭിമാനത്തോടു കൂടി ഇത് നോക്കിക്കാണുന്നത് PT ഗ്രൂപ്പിൻ്റെ ഇവരുടെ എല്ലാവരുടെയും പിതാവായ അബൂബക്കർ ഹാജിയാണ്. അദ്ദേഹം ഈ സദസ്സിൽ ഇതെല്ലാം കാണുകയും വീക്ഷിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, പൊതുപരിപാടികൾ വിജയിപ്പിക്കാൻ ഇന്ന് ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ വിജയിപ്പിക്കാൻ ആളുകൾ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു കാലമാണ്. അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റുകളുടെ സഹായമില്ലാതെ പ്രൈവറ്റ് ഫംഗ്ഷനുകൾ വിജയിക്കാതെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കയറി വരുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നിയത് ഈ മങ്കടയുടെ ഈ നാടിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ സാധാരണക്കാരും ഇടത്തരക്കാരും ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ വിജയത്തിൻ്റെ പിന്നിൽ നാട്ടുകാരെ വീട്ടുകാരായി കാണുന്ന PT ഗ്രൂപ്പിൻ്റെ നല്ല മനസ്സ്, പിന്നെ നമ്മുടെ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയൊരു സ്ഥാപനമാണിത്. പിന്നെ നമ്മൾ പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറമൊക്കെ ഉള്ള ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഒരുപാട് പെരിന്തൽമണ്ണയിൽക്കാർക്കുള്ള ആ ഒരു ഷിഫ ഓഡിറ്റോറിയത്തിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളിതൊന്നും ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയതാണ്. PT ഗ്രൂപ്പ് കുടുംബാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേരാണ് കിനാവിലെ കൊട്ടാരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ
പങ്കെടുക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.